ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അഫ്ഗാനി ചിക്കനാണ്. അപ്പോൾ ഏട്ടനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് കാണിക്കാം. നമ്മൾ അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി കുഴച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും തൈരും കൂടി ചേർക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് 2 വലിയ സവാള, മല്ലിയില, പുതിനയില, ആവശ്യത്തിന് പച്ചമുളക് എന്നിവയെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കണം. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പച്ചമുളക് ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 10-12 കാഷ്യൂനട്ട്സും ബദാമും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്ത് വേണം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, ബദാം, 3-4 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഇഞ്ചിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ബദാമും അണ്ടിപ്പരിപ്പും ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലപോലെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 200 ഗ്രാം തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് ക്രീം കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ ജീരകപ്പൊടി ചേർക്കുക. 1/2 സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മേത്തിയില കൂടി ചേർക്കാം. അതായത് നല്ല പോലെ ഒന്ന് പൊടിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആ മല്ലിയിലയുടെ മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മേത്തിയില എന്ന് പറഞ്ഞാൽ ഉലുവേലയാണ്, അതായത് മേത്തി ഹിന്ദി വേർഡാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിപ്പോൾ ചിക്കൻ പീസ് എല്ലാം ഇതിനകത്ത് ഇട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അന്നേരത്തേന് ആ മസാലകളെല്ലാം അതിലേക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം. നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ചട്ടിയിലേക്ക് ഇടാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓരോന്നും കോരി മാറ്റാം. ഇനി ബാലൻസ് ചിക്കൻ കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫൈനലി എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം.
ചിക്കൻ കറി വെക്കാനായിട്ട് നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം. നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറുകപ്പട്ട, പിന്നെ വയനയില കൂടി ചേർത്ത് കൊടുക്കാം. 2 പീസ് ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഈ ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മേത്തിയില കൂടി ചേർക്കുക. അല്പം മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഏകദേശം നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പുതിയതായിട്ട് ഈ വീഡിയോസ് ആണെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.